അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ഡിഷാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചു കൊടുക്കാം. അതിന് ക്യാപ്സിക്കം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പറുദീസ വിത്ത് റൈസാണ്. ക്യാപ്സിക്കത്തിന് മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി, ഓനിയൻ പൗഡർ, ginger powder, garlic powder, ഇതൊക്കെ കൂടി നന്നായി ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മളെ ചിക്കനിലേക്ക്, മുഴുവൻ ചിക്കനാണ് എടുക്കേണ്ടത്. അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കനിലേക്ക് ഇത് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. കുറച്ച് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് സമയം മാറ്റി വെക്കാം. പക്ഷെ നമ്മൾ അധികം രാത്രി ചെയ്തിട്ട് പിറ്റേന്ന് എടുക്കുന്നതിന് അത്രയും ടേസ്റ്റ് ഇറങ്ങും. അതിന് ഞാൻ ഇതവിടെ ഒരു ഓയിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ അതിൻ്റെ മസാല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ചിക്കൻ ഇതാ ഇട്ടിട്ടുണ്ട് ഞാനിത്. ഇനി നല്ല രീതിയിൽ രണ്ട് സൈഡ് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളെ ചിക്കൻ ഇത് ഫ്രൈ ആയി സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതവിടെ ആവട്ടെ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഞാനിവിടെ മിക്സ്ഡ് വെജിറ്റബിൾ ഫ്രോസൻ്റെതാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് പിന്നെ ഇത് സോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കനെ വേവിച്ചൊരു ഇതാക്കുമ്പോഴുള്ള ഒരു മസാല ഉണ്ടല്ലോ, അതും അതിൻ്റെ ഓയിലും രണ്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിളിൻ്റെ ഇതിട്ട് കൊടുക്കുക റൈസിലേക്ക്. അതിലേക്ക് നമ്മൾ ആ രണ്ട് മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ്റെ അത് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫൈനലി അതിൻ്റെ ഓയിൽ ഇങ്ങനെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് സൈഡായിട്ട് ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ തൈരാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മൾ ക്യാപ്സിക്കത്തിൻ്റെ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. തൈര് ഇനിയും വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചിക്കൻ പറുദീസ വിത്ത് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡായിട്ട് ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ തൈരും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേക്കണം. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ബൈ ബൈ.